Good morning. So now we can start our third module. So in the first module, we have seen the basic difference between a traditional and non-traditional operation or non-conventional process. So in any traditional operation or any conventional machining process, what we have done is we have used our simple machine tools and using certain simple conventional process, we are conducted the machining operations. So while coming to the unconventional or non-conventional machining operations like abrasive jet machining, ultrasonic, there are many things that we will come across. Anyway, these are the non-conventional machining operations. That is a little bit different from the conventional operations. So we have already seen what are the advantages, main advantages, disadvantages, and the basic characteristics of the non-conventional process. So here are some of these characteristics. That is, first one, very hard and brittle materials. For machining hard and brittle materials, we can use the non-conventional process. Then flexible or slender workpiece. That means thin, delicate objects like structures like blade and all, which is very flexible or very delicate parts. These parts can be machined using only non-conventional process and not through the conventional process. അതായത് ഇപ്പോൾ നമുക്ക് ഒരു എന്താ പറയുക ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് സാധാരണ ലെയ്ത്ത് അല്ലെങ്കിൽ ഷേപ്പറൊക്കെ ഉപയോഗിച്ചിട്ട് അതിൽ ചെയ്യാൻ കഴിയില്ല. അതിൻ്റെ ഷേപ്പ് മാറും, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ നമുക്ക് ആക്യുറേറ്റ് സർഫസ് ഫിനിഷിൽ നമുക്ക് കിട്ടിയെന്ന് വരില്ല. So in those cases we are using non-conventional process. Third one is the complex part geometries. Regarding the complex part geometries, simple geometry അല്ല, കോംപ്ലക്സ് ആയിട്ടുള്ള പാർട്ട് സർഫസസ് ഒക്കെ നമുക്ക് എന്താണ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും ഈ പറഞ്ഞ നോൺ കൺവെൻഷണൽ പ്രോസസ്സ് ഉപയോഗിച്ച്. ആൻഡ് ദ ഫോർത്ത് വൺ ഇസ് പ്രൊവൈഡ് വെരി ഗുഡ് ക്വാളിറ്റി ഓഫ് സർഫസ് ഫിനിഷ് ആൻഡ് ഡയമെൻഷണൽ ആക്യുറസി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൺട്രോളിങ് പാരാമീറ്റേഴ്സ്, ഇതിൻ്റെ എല്ലാ പാരാമീറ്റേഴ്സ്, അതേപോലെ മെറ്റീരിയൽ റിമൂവൽ, എവറിത്തിങ് ക്യാൻ ബി മോഡിഫൈഡ് ഓർ എവറിത്തിങ് ക്യാൻ ബി അഡ്ജസ്റ്റഡ് ഓർ ഓട്ടോമേറ്റഡ്. അപ്പോൾ ഇതെല്ലാം കാരണം തന്നെ ഇതിൻ്റെ ക്വാളിറ്റി, സർഫസ് ഫിനിഷിൻ്റെ ക്വാളിറ്റി എന്തായിരിക്കും? നല്ല ഗുഡ് ക്വാളിറ്റി സർഫസ് ഫിനിഷ് ഉണ്ടാവും. അതേപോലെ ഡയമെൻഷണൽ ആക്യുറസി, ഈവൻ മൈക്രോ മെഷീനിങ് അല്ലെ നാനോ മെഷീനിങ് ഒക്കെ പോസിബിളാണ്. മൈക്രോ ലെവൽ അല്ലെ നാനോ ലെവലിലൊക്കെ ഉള്ള മെഷീനിങ് പ്രോസസ്സ് യൂസിങ് നോൺ കൺവെൻഷണൽ പ്രോസസ്സ് പോസിബിളാണ്. ദെൻ സ്ട്രെസ് ഫ്രീ കോമ്പണൻസ്. സ്ട്രെസ് ഫ്രീ എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് യൂസിങ് കൺവെൻഷണൽ ആയിരുന്ന ഇപ്പോൾ എന്തായിരുന്നു, നമുക്ക് കുറേ ഫോഴ്സ് ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അതിനകത്ത് എന്താണ് ഒരു റെസിഡുവൽ ഫോഴ്സ് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു. അപ്പോൾ അതുകൊണ്ട് അതിനകത്തൊരു സ്ട്രെസ് ഉണ്ടാവും മെറ്റീരിയലിനുള്ളിൽ. ഈ അൺകൺവെൻഷണൽ പ്രോസസ്സിൽ ഈ പറയുന്ന പോലെയുള്ള സ്ട്രെസ്സസ് ഒന്നും ഉണ്ടാവില്ല. സ്ട്രെസ് ഫ്രീ, ദ കോമ്പണൻസ് വിൽ ബി സ്ട്രെസ് ഫ്രീ. ഇനി റിഗാർഡിങ് ദ കൺവെൻഷണൽ പ്രോസസ്, ദർ ഇസ് ഡയറക്റ്റ് കോണ്ടാക്ട് വിത്ത് ദ ടൂളുമായിട്ടുള്ള ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ടാവും. പക്ഷേ ഫോർ ദ നോൺ കൺവെൻഷണൽ പ്രോസസ്സസ് അല്ലെങ്കിൽ നോൺ ട്രഡീഷണൽ പ്രോസസ് എന്താണ്, ദർ ഇസ് ഓൺലി ലെസ് ടൂൾ വെയർ വളരെ കുറവാണ്. കാരണം എന്താണ്, ഇങ്ങനെയുള്ള ടൂൾ കോണ്ടാക്റ്റ് മിനിമമേ ഉള്ളൂ, അല്ലെങ്കിൽ ഇല്ലയെന്ന് തന്നെ പറയാം. ഓക്കെ, ഇനി അതേപോലെ ഇപ്പോൾ പറഞ്ഞ അഡ്വാൻറ്റേജ് പോലെ തന്നെ കുറച്ച് ഡിസഡ്വാൻറ്റേജസ് വരുന്നുണ്ട്. മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് വൺ ഈസ് ദ ഹൈ കോസ്റ്റ്. ഇതിൻ്റെ ഇനീഷ്യൽ കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് സെറ്റപ്പ് അതെല്ലാം വളരെ ഹൈ ആയിരിക്കും. അതേപോലെ കോംപ്ലക്സ് സെറ്റപ്പാണ്. സിമ്പിളായിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയിരിക്കില്ല, അതിനകത്ത് കുറേ കോമ്പണൻസ് വരുന്നുണ്ടാവും. അതിനകത്ത് ടൂളുണ്ട്, ചില കേസിൽ ഇലക്ട്രോലൈറ്റ് ഉണ്ടാവും, ചില കേസിൽ അതിനകത്ത് തന്നെ കറണ്ടൊക്കെ പാസ് ചെയ്യുന്നുണ്ട്. കുറേ കോംപ്ലക്സ് അഡീഷണൽ കോമ്പണൻസ് ഉണ്ടാവും.
ഇനി അതുപോലെ തന്നെ ഇത് വർക്ക് ചെയ്യണമെങ്കിൽ നല്ലൊരു ഹൈ സ്കിൽഡ് ഓപ്പറേറ്റർ വേണം. ഇത്രയാണ് മെയിനായിട്ട് പറയാൻ പറ്റുന്ന ഡിസഡ്വാൻറ്റേജസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വി ക്യാൻ സീ ദ ക്ലാസിഫിക്കേഷൻ, ബേസിക് ക്ലാസിഫിക്കേഷൻ ഓഫ് ദ നോൺ കൺവെൻഷണൽ പ്രോസസ്സ്. ഇനി അങ്ങോട്ടേക്കുള്ള മോഡ്യൂൾ 3, 4, 5 ഇതെല്ലാം 6 ഇതെല്ലാം പല ടൈപ്പ് നോൺ കൺവെൻഷണൽ പ്രോസസ്സാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഇതിൽ തേർഡ് മോഡ്യൂളിൽ നമുക്ക് മെയിനായിട്ട് വരുന്നത് അൾട്രാസോണിക് മെഷീനിങ്, അതേപോലെ EDM, അതേപോലെ ECM. ഈ 3 നമുക്ക് തേർഡ് മോഡ്യൂളിൽ വരുന്നത്. അപ്പം ഇതിൽ basically this non-conventional process or non-traditional process can be classified into 3 categories. First is the mechanical, second thermal, and third is the chemical or electrochemical. So from the name itself you will get a clear understanding that what all things comes under mechanical. Mechanical എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒരു മെക്കാനിക്കൽ ആക്ഷൻ ആണ് അവിടെ സംഭവിക്കുന്നത് അല്ലേ? അല്ലെങ്കിൽ എന്താണ്? ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ഒരു ഹിറ്റിംഗ്, ഇതുപോലുള്ള മെക്കാനിക്കൽ ആക്ഷൻസ് വരുന്ന പ്രോസസ്സ്, അതിനെയാണ് നമ്മൾ മെക്കാനിക്കൽ സബ് വരുന്നത്. അപ്പോൾ അവിടെ വരുന്നതാണ് അൾട്രാസോണിക് മെഷീനിങ്, വാട്ടർ ജെറ്റ് മെഷീനിങ്, അബ്രസീവ് വാട്ടർ ജെറ്റ് മെഷീനിങ്, അയൺ ജെറ്റ് മെഷീനിങ്, അങ്ങനെയുള്ള മെഷീനിങ് പ്രോസസ്സ് എല്ലാം അവിടെ എല്ലാം എന്താണ്? ഒരു മെക്കാനിക്കൽ ആക്ഷനാണ് വരുന്നത്. മെക്കാനിക്കൽ അബ്രാഷൻ അല്ലെങ്കിൽ മെക്കാനിക്കൽ ഫോഴ്സ് ഉപയോഗിച്ചുള്ള മെഷീനിങ് പ്രോസസ്സ് ആയിരിക്കും. ദെൻ കംസ് ദ തെർമലിൽ വരുന്നതാണ് EDM, ഇലക്ട്രോ ഡിസ്ചാർജ് മെഷീനിങ്, EBM, ഇലക്ട്രോ ബീം മെഷീനിങ്, ലേസർ ബീം മെഷീനിങ്, അയൺ ബീം മെഷീനിങ്, പ്ലാസ്മ ബീം മെഷീനിങ്, ഇങ്ങനെയുള്ള കുറേ മെഷീനിങ്ങുകൾ വരുന്നുണ്ട്. ഇതൊക്കെ തെർമൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? റിലേറ്റിംഗ് ടു ടെമ്പറേച്ചർ അല്ലേ? അതായത് ഹീറ്റ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു പല ടൈപ്പ് ബീമുണ്ട്, ആ ബീമിൻ്റെയൊക്കെ അല്ലെങ്കിൽ സ്പാർക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. ആ സ്പാർക്കിൻ്റെയൊക്കെ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹീറ്റ് ജനറേറ്റഡ് ഡ്യൂ ടു ദീസ് സ്പാർക്സ് ഓർ ബീം ക്യാൻ ബി യൂസ്ഡ് ടു മെൽറ്റ് ദ മെറ്റലിനെ മെൽറ്റ് ചെയ്ത് അതുവഴി മെറ്റൽ റിമൂവൽ പ്രോസസ്സ് സംഭവിക്കുന്നു. ആ ടൈപ്പ് മെഷീനിങ് ദാറ്റ് കംസ് അണ്ടർ ദ തെർമൽ മെഷീനിങ്. ആൻഡ് ഫൈനൽ എന്താണ്? ഇലക്ട്രോകെമിക്കൽ ഓർ കെമിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോകെമിക്കൽ. അവിടെ എന്താണ്? പേര് പോലെ തന്നെ എന്താണ്? യൂസിങ് ദ കെമിക്കൽ റിയാക്ഷൻസ് ഓർ ഇലക്ട്രോകെമിക്കൽ റിയാക്ഷൻസ് ലൈക്ക് ഇലക്ട്രോളിസിസ് ഉപയോഗിച്ചിട്ട് എന്താണ്? യൂസിങ് ആനോഡ് ആൻഡ് കാഥോഡ് കോമ്പിനേഷൻ, കാഥോഡ് കോമ്പിനേഷൻ വെച്ചിട്ട് ഇലക്ട്രോളിസിസ് നമ്മൾ അറിയാം, പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ ഇലക്ട്രോളിസിസിൽ ചെയ്യുന്ന എന്താണ്? വി ഹാവ് 2 എന്താ പറയുക, ഇലക്ട്രോഡ്സ്. വൺ ഈസ് ദ കാഥോഡ് ആൻഡ് അനദർ ഇസ് ദ ആനോഡ്. അപ്പോൾ ഈ ആനോഡും കാഥോഡും നമുക്കൊരു ഇലക്ട്രോലൈറ്റിലേക്ക് ഡിപ്പ് ചെയ്ത് വെച്ചു. എന്നിട്ട് നമ്മൾ ഒരു DC പവർ അപ്ലൈ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ആനോഡിൽ നിന്ന് മെറ്റീരിയൽ റിമൂവായി നേരെ കാഥോഡിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും അല്ലേ? അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണ്? ആനോഡിൽ നിന്ന് മെറ്റീരിയൽ റിമൂവ് ആവുന്നു, കാഥോഡിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ വർക്ക് പീസിനെ റിമൂവ് ചെയ്യാം. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്? വർക്ക് പീസിനെ നമ്മൾ ആനോഡായിട്ട് വെക്കണം. അപ്പോൾ ഈ ടൈപ്പ് പ്രോസസ്സിലെല്ലാം തന്നെ കെമിക്കൽ മെഷീനിങ്, പ്ലാസ്മ മെഷീനിങ് അല്ലെങ്കിൽ ECM ഇതിലെല്ലാത്തിലും ചെയ്യുന്നത് you have 2 electrodes or the workpiece to be machined is maintained as the anode and kept in an electrolyte bath, and the tool which will be kept as the cathode. അതുകൊണ്ട് എന്താ സംഭവിക്കുക? The material will be removed and stored in the cathode അല്ലെങ്കിൽ ടൂളിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്യും, അതുവഴി മെഷീനിങ് ചെയ്യുന്നു. സോ ദീസ് ആർ ദ ബേസിക് ക്ലാസിഫിക്കേഷൻ ഓഫ് ദ നോൺ ട്രഡീഷണൽ മെഷീനിങ് ഓപ്പറേഷൻസ്. നൗ വി വിൽ സീ വൺ ബൈ വൺ. ദീസ് ആർ ദ കമ്പാരിസൺ. ഇനി ഇതിൻ്റെ ഒരു കമ്പാരിസൺ ആണ് കാണിച്ചേക്കുന്നത്. ഓക്കെ, റെക്കോർഡിംഗ് ഉണ്ട്. ഓക്കെ, സോ ദ കമ്പാരിസൺ ഇപ്പോൾ ഇവിടെ ജസ്റ്റ് നോക്കിയറിയാം. In terms of comparison, in the terms of capital cost, tooling cost, power consumption, material removal rate, tool wear. ഇപ്പോൾ ഓരോ പ്രോസസ്സിനും ഓരോ രീതിയിലായിരിക്കും അതിൻ്റെ ടൂൾ വെയർ. ചിലതിന് ടൂൾ വെയർ കൂടുതലാണ്. ഇവിടെ
കാണിച്ചിരിക്കുന്നത് HML എന്നൊക്കെ പറഞ്ഞാൽ H ഹൈ, L ലോ, M മീഡിയം, VH മീൻസ് വെരി ഹൈ, VL is very low. So in the case of ultrasonic machining, the capital cost low, tooling cost low, power consumption low, material removal rate efficiency high, tool wear medium. ഈ രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഓരോ കേസും പറയാം. ക്യാപിറ്റൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിന് ചിലവാകുന്ന കോസ്റ്റ്, ഇനി ടൂളിംഗ് കോസ്റ്റ്, ടൂളിൻ്റെ കോസ്റ്റ്, അതേപോലെ പവർ കൺസപ്ഷൻ, എത്രത്തോളം പവർ യൂസ് ചെയ്യുന്നു, അതിൻ്റെ കോസ്റ്റ് റിലേറ്റഡ് ടു ദ പവർ കൺസംഷൻ. ദെൻ മെറ്റീരിയൽ റിമൂവൽ റേറ്റ്, എത്ര പെട്ടെന്നാണ് മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്നത്, പതുക്കെയാണോ റിമൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫാസ്റ്റായിട്ട് റിമൂവ് ചെയ്യുന്നുണ്ടോ. അതേപോലെ ടൂൾ വെയർ, കുറച്ച് നാൾ കഴിയുമ്പോൾ അതിൻ്റെ ടൂള് പൊതുവേ കമ്പയർഡ് ടു കൺവെൻഷണൽ സോഴ്സസ്, കൺവെൻഷണൽ മെഷീനിങ്ങിൽ സാധാരണഗതിയിൽ നല്ല രീതിയിൽ ടൂൾ വെയർ ഉണ്ട്. ഇവിടെ ഈ പറയുന്ന എല്ലാ മെഷീനിങ്ങിനും ടൂൾ വെയർ കുറവാണ്. എങ്കിലും കമ്പാരിറ്റീവ്ലി ഓരോന്നിനെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഇവിടെ ഇ ഡി എമ്മിനാണ് എന്താണ് ഇവിടെയുള്ള ഹൈ എന്ന് പറഞ്ഞേക്കുന്നത്, ഹൈ ടൂൾ വെയർ എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ കമ്പയർഡ് ടു കൺവെൻഷണൽ സോഴ്സസ് ദിസ് വിൽ ബി ലോ, ബട്ട് കമ്പയറിങ് ടു അതർ നോൺ കൺവെൻഷണൽ പ്രോസസ്സസ് ഇതിനെന്താണ് ഹൈ ആണ്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതൊരു കമ്പാരിസൺ, ജസ്റ്റ് ഒരു കമ്പാരിസൺ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ടാബ്ലേറ്റ് ചെയ്തതേ ഉള്ളൂ. ഓക്കെ, നമുക്കിനിയിപ്പം ഓരോന്നായിട്ട് നോക്കാം, 1 by 1. ഫസ്റ്റ് ഈസ് ദ ഇലക്ട്രിക് ഡിസ്ചാർജ് മെഷീനിങ് അല്ലെങ്കിൽ EDM. അപ്പോൾ EDM എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു 3 ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നു നോൺ കൺവെൻഷണൽ. എന്തായിരുന്നു? മെക്കാനിക്കൽ, തെർമൽ, അതേപോലെ എന്തായിരുന്നു നെക്സ്റ്റ് കെമിക്കൽ ഓർ ഇലക്ട്രോ കെമിക്കൽ. അതിലെ തെർമലിൽ വരുന്നതാണ് എന്താണ് ഇലക്ട്രിക് ഡിസ്ചാർജ് മെഷീനിങ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് ഈസ് എ ടൈപ്പ് ഓഫ് ഇലക്ട്രോ തെർമൽ പ്രോസസ്. അതായത് നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുക്കുന്നു, തെർമൽ എനർജി ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പം എന്തോ ഒരു സർക്യൂട്ട് ഉണ്ടാവും. അപ്പോൾ ആ ഒരു സർക്യൂട്ട് ഉപയോഗിച്ച് നമ്മളൊരു ഇലക്ട്രിസിറ്റി കൊടുക്കുന്നു, അത് ഉപയോഗിച്ച് എന്താണ് ആ ടെമ്പറേച്ചർ ഉപയോഗിച്ചിട്ട് മെഷീൻ ചെയ്യുന്നു. അപ്പോൾ ദിസ് ഈസ് എ ടൈപ്പ് ഓഫ് നോൺ കൺവെൻഷണൽ മെഷീനിങ് പ്രോസസ്. ഇവിടെ ചെയ്യുന്ന എന്താണ്? ദ ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാവും. ദിസ് ഈസ് യൂസ് ടു ക്രിയേറ്റ് എ സ്പാർക്ക്. ഒരു സ്പാർക്ക് ക്രിയേറ്റ് ചെയ്യുന്നു. ആ സ്പാർക്ക് ഉപയോഗിച്ച് എന്താണ് വർക്ക് പീസ് ഉണ്ടെങ്കിൽ ദിസ് ഇസ് ദ വർക്ക് പീസ്. നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ടൂളുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ എന്താണ് സ്പാർക്ക് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഒരു സ്പാർക്ക് സ്ട്രക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ എനർജി കൂടും അല്ലേ, അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്നു. ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താണ്? ഇവിടെ മെൽറ്റ് ചെയ്യും. ഈ ഒരു പോർഷൻ മെൽറ്റ് ചെയ്യുന്നു. മെൽറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഈ ഒരു പോർഷൻ നമുക്ക് റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടേക്കൊരു ടൈപ്പ് ഫ്ലൂയിഡ് നമ്മൾ ആഡ് ചെയ്യും. ആ ടൈപ്പ് ഫ്ലൂയിഡിനെയാണ് നമ്മൾ പറയുന്നത് ഡൈഇലക്ട്രിക് ഫ്ലൂയിഡ്. ഡൈഇലക്ട്രിക് ഫ്ലൂയിഡ്. ഓക്കെ, ഡൈഇലക്ട്രിക് ഫ്ലൂയിഡിന് പല പ്രോപ്പർട്ടീസ് ഉണ്ട്, നമുക്ക് പറയാം. അപ്പോൾ ഇതാണ് ബേസിക്കായിട്ട് EDM പ്രോസസ്സ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ബേസിക് ഫിഗർ. ഇവിടെ നിങ്ങൾക്ക് കാണാം, ദിസ് ഈസ് ദ വർക്ക് പീസ്. ഇവിടെ ഒരു വർക്ക് പീസ് ഉണ്ട്. ഇനി ഇതാണ് നിങ്ങളുടെ ടൂൾ. ഇപ്പോൾ ടൂളിൻ്റെ വർക്ക് പീസിൻ്റെ ഇടയ്ക്കായിട്ട് നമ്മളൊരു DC പവർ സപ്ലൈ നമ്മൾ കൊടുക്കുകയാണ്. ആ പവർ സപ്ലൈ കൊടുക്കുമ്പോൾ എന്താണ്? ഇവിടെ ഒരു സ്പാർക്ക് ക്രിയേറ്റ് ചെയ്യും. ഇൻ്റർമീഡിയറ്റ് ആയിട്ട് നമുക്ക് സ്പാർക്ക് ക്രിയേറ്റ് ചെയ്യും വിത്ത് ദ ഹെൽപ്പ് ഓഫ് പൾസ് ജനറേറ്റർ. 3 ടൈപ്പ് ഉണ്ട്, അത് പറയും. ഇപ്പോൾ ഇവിടെ ഒരു കപ്പാസിറ്റർ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ കപ്പാസിറ്റർ ചാർജ് ആവും. കപ്പാസിറ്ററിനകത്ത് നിന്ന് എന്താണ് എനർജി പാസ് ചെയ്യും, ഡിസ്ചാർജ് ചെയ്യുന്നു. അതിനകത്ത് ഉപയോഗിച്ച് ഒരു സ്പാർക്ക് ക്രിയേറ്റ് ചെയ്യുന്നു. വീണ്ടും കപ്പാസിറ്റർ ചാർജ് ആവും. അങ്ങനെ ഒരു സൈക്കിൾ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പല പല സ്പാർക്കുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എനിവേ, യൂസിങ് ദ heat energy produced by the spark, the metal is being melted.
എന്നിട്ട് എന്താ ചെയ്യുക, ഇവിടെ ഒരു ഡയലക്ട്രിക് ഫ്ലൂയിഡ് ഉണ്ട്. ആ ഡയലക്ട്രിക് ഫ്ലൂയിഡിൽ കൂടെ എന്താണ് ഈ റിമൂവ് ചെയ്ത മെറ്റൽ, ആ പോയ മെറ്റീരിയൽസ് എല്ലാം കൂടെ എന്താണ് നമ്മൾ റിമൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ നമുക്ക് നോക്കാം. The working principle of the EDM process is based on workpiece metal erosion with the application or spark discharge between the tool and the workpiece. When two current-carrying conductors, that is, anode and cathode, are brought in close proximity, an electric arc is formed between the two conductors, due to which, at the point of contact, a small amount of metal is eroded, leaving small cracks. This spark generates intense heat, causing the metal in this zone of spark to melt and evaporate. When both the electrode, that is, anode and cathode, is made of the same material, the electrode connected positive terminal erodes faster. Therefore, the workpiece is generally connected to the positive terminal, that is, it is made of metal. Generally, a small gap of 0.005 millimeters or 0.05 millimeters is maintained between the tool and the workpiece. The spark occurs where the tool and the workpiece are the closest. Here, the shape of the tool is the same as the impression to be generated on the workpiece. To increase the effectiveness of the process, the tool and workpiece are immersed in the dielectric fluids, such as hydrocarbon and mineral oils. Construction. DC pulse generator. This converts the AC power supply into a high-pulse DC supply, responsible for generating a spark between the tool and the workpiece. Tool. The tool should be the replica of the shape to be generated on the workpiece. The tool is connected to the negative terminal of the power supply. Servo motor. As the arc gap is critical, the servo motor is used to control the feet of the tool. Spark generator. The spark generator supplies sufficient voltage for spark generation and maintains its discharge. Is supplied in the form of a jet at the gap between the tool and the workpiece. Deionized water, silicon oil, glycol etc. are generally used as dielectric fluids. Working of EDM process. The tool should be the replica of the shape be generated on the workpiece. The tool is connected to the negative terminal of the power supply. When the power supply is turned on, the DC pulse generator supplies a voltage pulse between 40 volts to 3000 volts. The workpiece is connected to the positive terminal, and the tool is connected to the negative terminal, and the gap between the tool and the workpiece is filled with the dielectric fluid. When this high voltage power is supplied to the tool, this causes the particles in the dielectric fluid to concentrate, that is, the fluid gets ionized, forming a path for the current to flow from the tool to the workpiece. This intense arc, generated at the tool and the workpiece interface, causes the workpiece material to vaporize. In this process, a small amount of tool material is also eroded. Once the spark is interrupted, the heat is removed by the dielectric fluid and carries the eroded metal particles. The movement of the tool is controlled by the servo motor mechanism, which maintains the gap. Application of EDM. Drilling of micro holes in the nozzles. EDM can be used for manufacturing of gear wheels. Fine holes or slots in the hard materials, used for the blades of the turbines, compressors etc. Thread cutting. Engraving operation on hard materials. Rotary form cutting. Advantages of electrical discharge machining. 1. It can produce complex shapes, which otherwise would be difficult to produce using conventional machining processes. 2. Tolerance of plus or minus 0.005 can be achieved. 3. Good surface finish can be obtained economically. 4. There is no distortion or vibration of tool or workpiece, as there are no physical contact between the tool and workpiece. Disadvantages of electrical discharge machining. 1. High power consumption. 2. Excessive tool wear during machining. 3. This process is only applicable for metallic or conductive material. 4. Material removal rate or MRR is very slow. Hope you have understood electric discharge machining process. If you are new to ADTW,
Okay. So that is the EDM process. Now we will see some calculations in the material removal mechanism. മെറ്റീരിയൽ റിമൂവൽ മെക്കാനിസം എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കണ്ടു അല്ലേ. അപ്പോൾ ഇവിടെ ബേസിക് ആയിട്ട് എന്താണ്, വേറെ ഒന്നുമില്ല, യൂസിങ് ദ സ്പാർക്ക് അല്ലേ. സ്പാർക്കിൻ്റെ ഹീറ്റ് എനർജി അല്ലെങ്കിൽ സ്പാർക്ക് ക്രിയേറ്റ് ചെയ്ത ഹീറ്റ് എനർജി അത് ഉപയോഗിച്ച് മെറ്റൽ ഇറോഡ് ചെയ്ത് പോകുന്നു. അപ്പോൾ അവിടെ നമ്മൾ പറയുന്നു ഒരു വർക്ക് പീസ്, സപ്പോസ് ദിസ് ഈസ് ദ വർക്ക് പീസ്, നമുക്ക് ആ സ്പാർക്ക് ഉണ്ട്, ഒരു സിംഗിൾ സ്പാർക്ക് ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതുപോലൊരു ഹെമിസ്ഫെറിക്കൽ ഗ്രൂവ് ക്രിയേറ്റ് ചെയ്തു ഓഫ് റേഡിയസ് ആർ. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം വോളിയം ഓഫ് എ സ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താണ്, 4/3 πr ക്യൂബ്. അപ്പോൾ അതുകൊണ്ട് വോളിയം ഓഫ് ഹെമിസ്ഫിയർ എന്ന് പറയുന്നത് എന്തായിരിക്കും, 2/3 πr ക്യൂബ് അല്ലേ. അപ്പോൾ സിമിലർലി ഈ കേസിൽ എന്താണ്, വോളിയം ഓഫ് ദ മെറ്റീരിയൽ റിമൂവ്ഡ് represented by VC will be equal to 2/3 πr cube, where r is the radius of the hemisphere formed here അല്ലേ. ഇങ്ങനെ ഹെമിസ്ഫെറിക്കൽ ഹോള് നമുക്ക് ക്രിയേറ്റ് ചെയ്തു, അതിൻ്റെ റേഡിയസ് ആണ് ആർ. അങ്ങനെയാണെങ്കിൽ വോളിയം ഓഫ് മെറ്റീരിയൽ റിമൂവ്ഡ് എന്ന് പറയുന്നത് എന്താണ്, 2/3 πr cube. നൗ വാട്ട് ഈസ് എ മെറ്റീരിയൽ റിമൂവൽ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, പെർ സെക്കൻഡിൽ എത്ര വോളിയം ഓഫ് മെറ്റീരിയൽ റിമൂവ് ചെയ്തു, the volume of material which is removed per second. അപ്പോൾ മെറ്റീരിയൽ റിമൂവൽ റേറ്റ് MRR will be equal to എന്തായിരിക്കും, വോളിയം ബൈ ടൈം അല്ലെങ്കിൽ വോളിയം ബൈ ഈ ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് T on പ്ലസ് T off എന്ന് പറയും. വേർ T on എന്ന് പറഞ്ഞാൽ പൾസ് ഓൺ ടൈം, അതുപോലെ T off എന്ന് പറയുന്നത് പൾസ് ഓഫ് ടൈം. എന്താണ് ഈ പൾസ് ഓൺ ടൈമും പൾസ് ഓഫ് ടൈമും എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ സ്പാർക്ക് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതല്ല, കുറച്ച് നേരത്തേക്ക് ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് അത് പോവും, പിന്നെയും വരും പോവും, ആ രീതിയിലാണ് വരുന്നത്. അപ്പോൾ ദ ടൈം, ടോട്ടൽ ടൈം എന്ന് പറയുന്നത് T വിച്ച് ഈസ് ഈക്വൽ ടു T on പ്ലസ് T off. അതായത് T on എന്ന് പറഞ്ഞാൽ സ്പാർക്ക് ഉള്ള സമയം, സ്പാർക്ക് എത്രത്തോളം നേരം നിൽക്കുന്നോ ആ ടൈമിനെയാണ് നമ്മൾ പൾസ് ഓൺ ടൈം എന്ന് പറയും, അല്ലെങ്കിൽ T on. ഇനി സ്പാർക്ക് ഇല്ലാത്ത സമയം അതിനെ നമ്മൾ T off എന്ന് പറയും, പൾസ് ഓഫ് ടൈം എന്നും പറയും. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ. ഇനി നെക്സ്റ്റ് ഇത് ഡൈഇലക്ട്രിക് സൊല്യൂഷൻ. നമ്മൾ പറഞ്ഞു ഇവിടെ ഒരു നോൺ കണ്ടക്റ്റിംഗ് ആയിട്ടുള്ള ഡൈഇലക്ട്രിക് സൊല്യൂഷൻ നമ്മൾ ഉപയോഗിക്കുന്നു പറഞ്ഞു. അതിൻ്റെ പ്രത്യേകത എന്താണ് അതിൻ്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ അതിൻ്റെ ഫങ്ഷൻസ് എന്തായിരിക്കും, നമുക്കൊരു ഫങ്ഷൻ ഓഫ് എ ഡൈഇലക്ട്രിക് സൊല്യൂഷൻ എന്തൊക്കെയായിരിക്കണം. That is first one, it should act as an insulating medium. ഒരു ഇൻസുലേറ്റിംഗ് മീഡിയം ആയിട്ട് ആക്ട് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ നെക്സ്റ്റ് ആക്ട് ആസ് കൂളന്റ്. അതായത് ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു ഹൈ എനർജി ക്രിയേറ്റ് ചെയ്യുന്നു, ഹൈ ടെമ്പറേച്ചർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ടെമ്പറേച്ചർ ക്രിയേറ്റ് ചെയ്ത് അത് ഉപയോഗിച്ചാണ് എന്താണ് മെൽറ്റ് ചെയ്യുന്നത് മെറ്റൽ. അപ്പം അങ്ങനെ മെൽറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് അതിൻ്റെ ക്ലോസ് പ്രോക്സിമിറ്റിയിലൊക്കെ ഭയങ്കര ടെമ്പറേച്ചർ കൂടുതലായിരിക്കും അല്ലേ. അപ്പോൾ ഈ ടെമ്പറേച്ചർ അങ്ങനെ തന്നെ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ഹീറ്റ് എഫക്റ്റഡ് സോൺ അല്ലെങ്കിൽ മെറ്റീരിയൽ അതിൻ്റെ അകത്തേക്കൊക്കെ എന്താണ് അഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരാതിരിക്കാൻ വേണ്ടി നമ്മളെന്താണ് ആ മെൽറ്റിങ് കഴിഞ്ഞ പാടെ എന്താണ് ആ ടെമ്പറേച്ചറിനെ നമുക്ക് റിമൂവ് ചെയ്യണം ആ പോർഷനിൽ നിന്ന്. അപ്പോൾ ദിസ് ഷുഡ് ആക്ട് ആസ് എ കൂളൻറ്റ്. അപ്പോൾ ഈ ഡൈഇലക്ട്രിക് സൊല്യൂഷൻ ഒരു കൂളൻ്റ് ആയിട്ട് നമുക്ക് ആക്ട് ചെയ്യും. അത് ഉപയോഗിച്ച് എന്താണ് ടൂള് അല്ലെങ്കിൽ വർക്ക് പീസ് ഇതിനെയൊക്കെ എന്താണ് കൂൾ ചെയ്യും. Then next is take away the
take away the metal particles. അതായത് ഈ മെറ്റീരിയൽ റിമൂവലിൻ്റെ സമയത്ത് എന്താണ് മെറ്റീരിയൽ നമുക്ക് റിമൂവ് ചെയ്ത് കളയണം ആ പോർഷൻ എന്നല്ലേ. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ കോംപ്ലക്സ് ആയിട്ടുള്ള ജോമെട്രീസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അവിടുത്തെ മെറ്റീരിയൽ റിമൂവ് ചെയ്ത് അവിടെ തന്നെ ഇട്ടിട്ട് കാര്യമില്ല, അതിനെ ഫ്ലഷ് ചെയ്ത് കളയണം അല്ലേ. ആ ഭാഗത്ത് നിന്ന് നമ്മൾ റിമൂവ് ചെയ്ത് കളയണം. അപ്പോൾ അങ്ങനെ റിമൂവ് ചെയ്യുകയാണെങ്കിലും ഈ ഡൈലക്ട്രിക് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ടാണ്. ഈ ഡൈലക്ട്രിക് ഫ്ലൂയിഡ് അതിൻ്റെ ഫ്ലോ അനുസരിച്ച് എന്താണ് ആ മെറ്റീരിയലിനെ അവിടെ നിന്ന് റിമൂവ് ചെയ്യും. അപ്പം മെയിനായിട്ടുള്ള 3 ഫങ്ഷൻസ്, the main 3 functions of the dielectric solution is, first is it should or it act as a insulating medium, then it acts as a coolant, and finally it takes away the material or the metal particles and maintain the gap for the smooth operation. Now what are the properties of a dielectric fluid? എന്തൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് എന്തൊക്കെയാന്ന് നോക്കാം. properties, first one, ഓക്കെ പ്രോപ്പർട്ടീസ്. അപ്പോൾ നമുക്ക് പറയാം ഇങ്ങനെയൊക്കെയുള്ള ഇൻസുലേറ്റിംഗ് മീഡിയം ആയിട്ട് ആക്ട് ചെയ്യണം, കൂളൻ്റ് ആയിട്ട് ആക്ട് ചെയ്യണം, അതുപോലെ മെറ്റീരിയൽസിനെ അവിടെ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ഇതിന് ഇറ്റ് ഷുഡ് ഹാവ് സം പ്രോപ്പർട്ടീസ്. ഫസ്റ്റ് ഈസ് എന്തായിരിക്കും, ഇറ്റ് ഷുഡ് ബി ഓഫ് ലോ വിസ്കോസിറ്റി. വിസ്കസ് ആണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക, നമുക്ക് ഇൻട്രിക്കേറ്റ് സർഫസസ് അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള ചെറിയ ഗ്യാപ്പിലൊന്നും എന്താണ് ഈ ലിക്വിഡിന് പോകാൻ പറ്റില്ല. അപ്പോൾ ഈ പറഞ്ഞ ഫങ്ഷൻസ് ഒന്നും പോസിബിൾ ആയിരിക്കില്ല. അപ്പോൾ സോ ഇറ്റ് ഷുഡ് ബി ഓഫ് ലോ വിസ്കോസിറ്റി. നെക്സ്റ്റ് ഇസ് high flash point, then non-toxic, then non-corrosive, high latent heat, finally suitable dielectric strength. Should have suitable dielectric strength. അതായത് ഒരു suitable dielectric strength എന്ന് പറയുമ്പം it is mainly the ability to maintain high resistivity. ഹൈ റെസിസ്റ്റിവിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോകാനുള്ള ഒരു അതിൻ്റെ എബിലിറ്റി, അതിനെയാണ് നമ്മൾ പൊതുവെ ഡയലക്ട്രിക് സ്ട്രെങ്ത് എന്ന് പറയാം. ആൻഡ് ഇറ്റ് ഷുഡ് റിക്കവർ റാപ്പിഡ്ലി ആഫ്റ്റർ ദ ഡിസ്ചാർജ്. അപ്പോൾ അത് കഴിയുമ്പോൾ അതിനെ റിക്കവർ ചെയ്യാനും കഴിയണം. അപ്പോൾ ദീസ് ആർ ദ മെയിൻ പ്രോപ്പർട്ടീസ്. അപ്പം ഒരു ഡയലക്ട്രിക് ഫ്ലൂയിഡിൻ്റെ മെയിൻ ഫങ്ഷൻസും അതേപോലെ അതിൻ്റെ പ്രോപ്പർട്ടീസുമാണ് പറഞ്ഞേക്കുന്നത്. ഇങ്ങനെയുള്ള എന്താ പറയുക ഫ്ലൂയിഡ്സാണ് നമ്മൾ പൊതുവെ ഡയലക്ട്രിക് ഫ്ലൂയിഡ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഡയലക്ട്രിക് ഫ്ലൂയിഡ്സ് 2 രീതിയിൽ നമ്മൾ ഉപയോഗിക്കും. മെയിൻലി ഓയിൽസ് ഉപയോഗിക്കും, ലൈക്ക് കെറസിൻ. കെറസിൻസ് നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്നുണ്ട്. ഇനി ചില കേസുകളിൽ, അതായത് നെക്സ്റ്റ് കേസിൽ നമ്മൾ പറയും വയർ ഈഡിയം എന്ന് പറഞ്ഞിട്ടൊരു സ്പെസിഫിക് കേസ്. ഈഡിയത്തിൻ്റെ തന്നെ വേറൊരു ടൈപ്പാണ് വയർ ഈഡിയം. where the tool used is a wire, ഒരു കോപ്പർ വയറോ അതുപോലുള്ളൊരു വയർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈഡിയം പ്രോസസ്സ് നടത്തുന്നത്. അതിനെയാണ് നമ്മൾ വയർ ഈഡിയം എന്ന് പറയും. ഈ വയർ ഈഡിയമിലൊക്കെ നമ്മൾ വാട്ടർ ബേസ്ഡ് ഡയലക്ട്രിക് ഫ്ലൂയിഡ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ എനിവേ ഇപ്പോൾ അത് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇതൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് ഈഡിയം പ്രോസസ്സിൻ്റെ ഇത് നമ്മൾ പറയുന്നത്. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു സ്പാർക്ക് ജനറേറ്റ് ചെയ്തു. സ്പാർക്ക് ഉപയോഗിച്ചിട്ടാണ്
ഹീറ്റ് എനർജി ക്രിയേറ്റ് ചെയ്യുന്നു, അതുവഴി എന്താണ് മെഷീനിങ് നമ്മൾ പോസിബിൾ ആക്കുന്നു അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള മെഷീനിങ് ഓപ്പറേഷൻസ് നടത്തണമെങ്കിൽ സ്പാർക്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഈ സ്പാർക്ക് നമ്മൾ പറഞ്ഞു നേരത്തെ ഒരു കപ്പാസിറ്ററൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അത് 3 ടൈപ്പിലാണ് നമ്മൾ പൾസ് ജനറേറ്റർ അല്ലെങ്കിൽ സ്പാർക്ക് ജനറേറ്റർ ഉള്ളത്. ഫസ്റ്റ് ഈസ് റെസിസ്റ്റൻസ് കപ്പാസിറ്റൻസ് ടൈപ്പ്, അതായത് ഒരു റെസിസ്റ്റൻസും കപ്പാസിറ്ററും കൂടെ വെച്ചിട്ടുള്ള ഒരു കോമ്പിനേഷൻ. അത് ഉപയോഗിച്ച് നമുക്ക് പൾസ് ജനറേറ്റ് ചെയ്യാം അല്ലെങ്കിൽ സ്പാർക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇനി അടുത്ത കേസിൽ എന്ന് പറഞ്ഞാൽ റോട്ടറി ഇമ്പൾസ് ടൈപ്പ് ജനറേറ്റർ. റോട്ടറി ഇമ്പൾസ് ടൈപ്പ് ജനറേറ്റർ ആണ്. അവിടെ നമ്മളൊരു ഡയോഡ് ഉപയോഗിക്കും. ഡയോഡ് ഉപയോഗിച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കും. ദെൻ ഫൈനലി ഇത് ഇലക്ട്രോണിക് pulse generator. Electronic pulse generator where we are not using the capacitor, rather we use some transistors and all. അതാണ് നമുക്ക് ഫൈനലി വരുന്നത്. അങ്ങനെ 3 ടൈപ്പ് ഉണ്ട്. അത് ജസ്റ്റ് ഒരു തിയറി കൺസെപ്റ്റാണ്, ജസ്റ്റ് നോക്കി പോവാം. ഫസ്റ്റ് കേസാണ് ഈ കാണുന്ന റെസിസ്റ്റൻസ് കപ്പാസിറ്റൻസ് ടൈപ്പ്. ഓക്കെ, ഹിയർ you can see a capacitor, and this capacitor is charged from the DC source. So as long as the voltage is in not reaching the voltage, breakdown voltage, then this capacitor will be charging, and after that it will discharge and the spark will be generated. അപ്പോൾ ഇതിങ്ങനെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കും. അതിനുശേഷം എന്താണ് ഇവിടെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു സ്പാർക്ക് ക്രിയേറ്റ് ചെയ്യുന്നു. അത്രേ ഉള്ളൂ. അതാണ് റെസിസ്റ്റൻസ് കപ്പാസിറ്റർ ടൈപ്പ് റിലാക്സേഷൻ ജനറേറ്റർ എന്ന് പറയും, അല്ലെങ്കിൽ പൾസ് ജനറേറ്റർ. ഇനി അടുത്തത് റോട്ടറി ഇമ്പൾസ് ടൈപ്പ്. ഹിയർ യു ആർ യൂസിങ് എ ഡയോഡ്. ഇതുപോലെ ഒരു ഡയോഡ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മളൊരു കപ്പാസിറ്റർ ഉപയോഗിച്ചതിന് പകരം ഇൻ പ്ലേസ് ഓഫ് ദാറ്റ് കപ്പാസിറ്റർ സം switching devices, solid state switching devices like this diode or transistor etc are used. അതാണ് ഇതിൻ്റെ തമ്മിലുള്ളൊരു ഡിഫറൻസ്. ആൻഡ് ഫൈനലി ഹിയർ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ കേസിൽ സാധാരണ ഇതിൽ ലേറ്റസ്റ്റ് കേസിലൊക്കെ ഉപയോഗിക്കുന്ന ഇങ്ങനെയാണ്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഹൈ മെറ്റീരിയൽ റിമൂവൽ റേറ്റ് ഉണ്ടാവും, അതേപോലെ ബെറ്റർ സർഫസ് ഫിനിഷ് ഉണ്ടാവും, ഡയമെൻഷണൽ ആക്യുറസി ഉണ്ടാവും, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ നമ്മൾ സ്വിച്ചിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇതേപോലെ ഒരു എന്താ പറയുക ഒരു ട്രയോഡാണ് ഉപയോഗിക്കുന്നത്. ട്രാൻസിസ്റ്റർ ട്രയോഡാണ് ഉപയോഗിക്കുക. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്താണ് സ്പാർക്ക് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ബെറ്റർ സർഫസ് ഫിനിഷ് ആയിരിക്കും, അതേപോലെ ഡയമെൻഷണൽ ആക്യുറസി ഉണ്ടാവും, അതേപോലെ ഹൈ മെറ്റീരിയൽ റിമൂവൽ റേറ്റും ഉണ്ടാവും. ഇത്രയാണ് 3 ടൈപ്പ് പൾസ് ജനറേറ്റേഴ്സ്. അതായത് ഫസ്റ്റ് വൺ റെസിസ്റ്റൻസ് കപ്പാസിറ്റൻസ് ടൈപ്പ്, then rotary impulse type where diode is used in place of capacitor, finally electronic impulse generator where a triode, transistor triode will be used. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് പ്രോസസ് പാരാമീറ്റേഴ്സ് ഓഫ് EDM. EDMൻ്റെ കുറച്ച് പ്രോസസ് പാരാമീറ്റേഴ്സ്. ഇപ്പോൾ EDM എന്താണ്, ഇലക്ട്രോ ഡിസ്ചാർജ് മെഷീനിങ്. ഇലക്ട്രോ ഡിസ്ചാർജ് മെഷീനിങ്ങിൻ്റെ അതിനെ അഫക്റ്റ് ചെയ്യുന്ന കുറച്ച് പ്രോസസ് പാരാമീറ്റേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പാരാമീറ്റേഴ്സ് ഓർ വേരിയബിൾസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഒന്ന് മെയിനായിട്ട് വരുന്ന പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് first one is the current. Current given by I. Next pulse on time. നമ്മൾ പറഞ്ഞായിരുന്നു pulse on time. Pulse on time. T on. ഓൺ എന്നുള്ളത് സഫിക്സ് ആണ്. അതിപ്പോൾ തൽക്കാലം ഇങ്ങനെ ഇരിക്കട്ടെ. നെക്സ്റ്റ് പൾസ് ഓഫ് ടൈം. Pulse of time
T off. Next, open circuit voltage. Open circuit voltage. Open circuit voltage V, and finally spark gap. Spark gap എന്ന് പറയുമ്പോൾ നമുക്ക് ആ ടൂളും വർക്ക് പീസും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ, അവിടെയാണ് സ്പാർക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്, സ്പാർക്ക് ഗ്യാപ്പ്. ഇത്രയും കാര്യങ്ങളാണ് പ്രോസസ്സിൻ്റെ കൺട്രോളിങ് പാരാമീറ്റേഴ്സ്. ഈ പറഞ്ഞ EDM-ൻ്റെ മെയിനായിട്ടുള്ള കൺട്രോളിങ് പാരാമീറ്റേഴ്സ് ആണ് ഈ കാണുന്നത്. ഓക്കെ, ഓക്കെ. ഇനി ഇതിൻ്റെ വേരിയേഷൻസ്, ഇതിൻ്റെ ഓരോ വേരിയേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ ഹൗ ഇറ്റ് അഫക്ട്സ് ദ വേരിയസ് പാരാമീറ്റേഴ്സ് ലൈക്ക് മെറ്റീരിയൽ റിമൂവൽ റേറ്റ്, ആക്യുറസി, ഹീറ്റ് അഫക്റ്റഡ് സോൺ, അതൊക്കെയാണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ജസ്റ്റ് ബ്രീഫ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ അതിന് മുമ്പ് എന്താണ് ഈ ഹീറ്റ് അഫക്റ്റഡ് സോൺ? രണ്ട് ടേമും കൂടെ ജസ്റ്റ് ഒന്ന് പറയാം. ഹീറ്റ് അഫക്റ്റഡ് സോൺ, അതേപോലെ വൈറ്റ് കാസ്റ്റ് ലെയർ അല്ലെങ്കിൽ റീകാസ്റ്റ് ലെയർ. ഈ രണ്ട് കൺസെപ്റ്റ് എന്താണെന്ന് ജസ്റ്റ് നോക്കാം. അതായത് ഹീറ്റ് അഫക്റ്റഡ് സോൺ, അതേപോലെ റീകാസ്റ്റ് ലെയർ. ഇതെന്താണെന്ന് നോക്കാം ജസ്റ്റ്. ഹീറ്റ് അഫക്റ്റഡ് സോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഇസ് എ ഹീറ്റ് അഫക്റ്റഡ് സോൺ അല്ലെങ്കിൽ റീകാസ്റ്റ് ലെയർ? രണ്ട് കേസും നോക്കാം. ഫസ്റ്റ്, when we are applying the spark to the gap between the workpiece and the tool, what happens? The metal or the material will be melted. അല്ലേ, മെറ്റീരിയൽ മെൽറ്റ് ചെയ്യുന്നു, എന്നിട്ട് എന്താണ്, പെട്ടെന്ന് അത് സോൾഡിഫൈയും ചെയ്യുന്നുണ്ട് അല്ലേ. അങ്ങനെ സോൾഡിഫൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇപ്പം ഒരു മെറ്റൽ ഉണ്ട്, ഇവിടെ മെൽറ്റ് ചെയ്തു, ചില പോർഷൻസ് മെൽറ്റ് ചെയ്തിട്ട് ഡയലക്ട്രിക് ഫ്ലൂയിഡിൻ്റെ കൂടെ അത് റിമൂവ് ആയി പോവുകയാണെങ്കിൽ അവിടെ റിമൂവ് ആയി. പക്ഷെ ചില പോർഷൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ എന്താണ്, മെൽറ്റാവും, പക്ഷേ അത് റിമൂവ് ആവുന്നില്ല, അവിടെ തന്നെ ഇങ്ങനെ പറ്റി പിടിച്ച് കിടക്കും ഒരു ലെയറായിട്ട്. ആ ലെയറിനെയാണ് നമ്മൾ റീകാസ്റ്റ് ലെയർ എന്ന് പറയും. ഓക്കെ, ദിസ് ഇസ് ദ വർക്ക് പീസ്. ഇനി ഹീറ്റ് അഫക്റ്റഡ് സോൺ എന്ന് പറഞ്ഞാൽ, ദിസ് ഇസ് ദ വർക്ക് പീസ്. ഇവിടെ നമുക്ക് മെഷീൻ ചെയ്യുന്ന സമയത്ത് എന്താണ്, ഇവിടെ ഹ്യൂജ് എമൗണ്ട് ഓഫ് എനർജി, ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്താണ്, ഈ അതിൻ്റെ അടുത്തുള്ള പോർഷനിലൊക്കെ ഇത്രയും പോർഷൻ റിമൂവ് ആയി, പക്ഷേ ഈ പോർഷനിലൊക്കെ എന്താണ്, അതിൻ്റെ ആ ഹീറ്റിൻ്റെ എഫക്റ്റ് ഉണ്ടാവും. ആ ഹീറ്റിൻ്റെ എഫക്റ്റ് കാരണം എന്താണ്, ദ പ്രോപ്പർട്ടീസ് മേ ചേഞ്ച്. അപ്പോൾ അതിൻ്റെ മെറ്റലർജിക്കൽ ചേഞ്ചസ് സംഭവിക്കും. മെറ്റലർജിക്കൽ സ്ട്രക്ചർ, അതിൻ്റെ സ്ട്രക്ചറിന് വേരിയേഷൻ വരും. അപ്പം അങ്ങനെ ഹീറ്റ് അഫക്റ്റ് ചെയ്ത ഈ പറഞ്ഞ സോണിനെയാണ് നമ്മൾ ഹീറ്റ് അഫക്റ്റഡ് സോൺ എന്ന് പറയാം. ഓക്കെ, സോ ദീസ് ആർ ദ ഹീറ്റ് അഫക്റ്റഡ് സോൺ ആൻഡ് റീകാസ്റ്റ് ലെയർ. അപ്പോൾ ഇത് എങ്ങനെ ഇതിനെയൊക്കെ കുറയ്ക്കാം? ഹീറ്റ് അഫക്റ്റഡ് സോൺ എന്ന് പറയുമ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ശരിയാവില്ല, കാരണം നമുക്ക് വേണ്ട ഫൈനൽ പ്രോഡക്റ്റിൽ പ്രോപ്പർട്ടീന് വേരിയേഷൻ വന്നു, അത് നമുക്കത് ഡിസൈറബിൾ അല്ല, ഇറ്റ് ഈസ് നോട്ട് ഡിസൈറബിൾ. സോ വി ഹാവ് ടു മിനിമൈസ് ദീസ് എഫക്ട്സ് ഓഫ് റീകാസ്റ്റ് ലെയർ ആൻഡ് heat affected zone, and we have to increase the material removal rate, surface diameter, surface accuracy, surface finish, tolerance, etc. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൂട്ടണം, എന്നാൽ ഇതെല്ലാം നമുക്ക് കുറയ്ക്കണം. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ് നോക്കാം. ഓക്കെ.